നമസ്കാരം. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 1, 2, 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഇന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. കേസിലെ മറ്റ് പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നീ 3 പേരാണ് കോടതിക്ക് മുൻപാകെ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. ശനിയാഴ്ച ശിക്ഷ വിധിക്കും. മൃതദേഹമോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനാകാത്ത കേസ് തെളിഞ്ഞത് കേവലം ഒരു മുടിനാരിൽ നിന്നാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാസ് ഷെരീഫ് കേസ്. 2019 ഓഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലധികം ഷൈബിനെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചു. പിന്നീട് 2020 ഒക്ടോബർ മാസത്തിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നതാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതുകൊണ്ട് തന്നെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും പോലീസിന് ലഭിച്ചില്ല. ഒറ്റനോട്ടത്തിൽ ചെറുതെന്ന് തോന്നുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ സാധിച്ചു. ഇത് പ്രോസിക്യൂഷന് ബലമായി. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെറിയ തെളിവുകൾ ഷൈബിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. എങ്കിലും മൃതദേഹം തള്ളിയതായി പ്രതികൾ മൊഴി നൽകിയ ചാലിയാർ പുഴയിൽ പലതവണ പരിശോധന നടത്തി. എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനും സാധിച്ചില്ല. ഇത് അന്വേഷണത്തിന് വിലങ്ങുതടിയായി. മൃതദേഹ ഭാഗങ്ങൾ പുഴയിൽ തള്ളുന്നതിന് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയ കാറിൽ നിന്നും ലഭിച്ച ഷാബാസ് ഷെരീഫിന്റെ മുടിയിഴയാണ് കേസിൽ ഏറ്റവും നിർണായകമായത്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബാസ് ഷെരീഫിന്റേതാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. മൈറ്റോകോൺട്രിയോ DNA പരിശോധനാ ഫലം പ്രോസിക്യൂഷന് കരുത്തായി. ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട കേസിലെ 7-ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴിയും നിർണായകമായി. ഷാബാസ് ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു. ഇതും കേസിൽ നിർണായകമാണ്. 2024 ഫെബ്രുവരി മാസത്തിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ സാധിക്കാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം തന്നെയാണ് നിർണായകം. വിചാരണയുടെ ഭാഗമായി 80 സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശാനുസരണമായിരുന്നുവെന്ന പരാതികളും CBI അന്വേഷിച്ചു. അതേസമയം ഷാബാസ് ഷെരീഫ് കൊലക്കേസിലെ മുഖ്യപ്രതിയായ ഷൈബിൻ അഷ്റഫിൽ നിന്ന് തനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് കൂട്ടുപ്രതികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഈ സംഭവത്തിൽ നിന്നാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്.